നമ്മളെ പുതിയൊരു XPSS ഷീറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുക. ഞാൻ ആദ്യം കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് കിട്ടുക. ഇതിൽ നമ്മളിവിടെ വെറുതെ 1 നടിച്ചു, 2 നടിച്ചു, 3 നടിച്ചു, 4 നടിച്ചു, 5 നടിച്ചു. നമ്മളിതിൽ നമ്പേഴ്സാണ് അടിക്കുക. എന്നിട്ട് നമ്മളിവിടെ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ കൊടുക്കുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ എഗ്രി. കാരണം നമ്പർ ആയാലാണ് ഇതിന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. 2 എന്ന് പറഞ്ഞാൽ ഡിസഗ്രി. അങ്ങനെ ഓക്കെ അടിച്ചിട്ട് നമ്മൾ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ 1 2 ഡിസഗ്രി എഗ്രി എന്നായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഡാറ്റേനെ ഈ ഉള്ള ഡാറ്റ അല്ലേ, നമ്മളെ പണ്ടത്തെ ഡാറ്റ, നമ്മൾ ക്വസ്റ്റ്യനെയറിൽ നമ്മൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതാണ് നമ്മളെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഇതിൽ 0 to 2 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ 0 മുതൽ 2 വരെ വർക്ക് ചെയ്യുന്ന 25 ആളുകൾ നമ്മളെ റെസ്പോണ്ടൻസിൽ നമ്മൾ 100 പേര് കളക്ട് ചെയ്താൽ അതുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പക്ഷേ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ ഫോം വെച്ചിട്ടാണ് നമ്മളത് കളക്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണല്ലോ വരിക. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോമിൽ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 to 2 എന്നുള്ളത് നമ്മൾ എണ്ണി എടുത്ത് കഴിഞ്ഞാൽ അത് 25 എണ്ണം ഉണ്ടാവും. പക്ഷേ അത് നിരത്തി അവരെ കിടക്കുന്നുണ്ടാവുക. കാരണം ഓരോരുത്തർ ഒരേ പോലെയല്ലേ നമ്മൾ ഫില്ല് ചെയ്യുന്നതനുസരിച്ചിട്ട് വരിക. അപ്പോൾ നമ്മളടുത്ത് ഡാറ്റ കളക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഈ ടേബിളിലേക്ക് കടന്നു. പക്ഷേ അങ്ങനെയല്ല ശരിക്കും അതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ വൈവയ്ക്ക് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല പറയുന്നത്. ഡാറ്റ കളക്ട് ചെയ്തു, അപ്പോൾ ഗൂഗിൾ ഷീറ്റിൽ നിന്ന് കിട്ടേണ്ട സാധനം നമ്മൾ SPSSൽ ഇട്ടു. ഇടേണ്ട രീതി നേരത്തെ പറഞ്ഞു, അവിടെ നമ്പറായിട്ടേ പോവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇട്ട്. ഇപ്പോൾ ഇത് നമ്പറായിട്ടാണ് ഇട്ടിരിക്കുന്നത്. 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 0 to 2, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 5, പിന്നെ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 to 10, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബൌട്ട് 10, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബൌട്ട് 10. ഇങ്ങനെ. അപ്പോൾ ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ അതിങ്ങനെ മാറി മാറി കളിക്കും. നേരത്തെ കാണിച്ചെന്നില്ലേ. അപ്പോൾ ഇവിടെ 3 to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ 40 എണ്ണം ഉണ്ടാവും. 0 to 2 എന്ന് പറഞ്ഞാൽ 25 എണ്ണം ഉണ്ടാവും. ഇത് ഞാൻ ChatGPT വെച്ച് ജനറേറ്റ് ചെയ്താണ്. പിന്നെ നമ്മൾ എക്സൽ വെച്ചിട്ട് കുറച്ച് കളി കളിച്ചപ്പോൾ കിട്ടിയ ഡാറ്റയാണ്. കാരണം ഇതിൽ നിന്നാണ് നമ്മൾ ശരിക്കും മറ്റേത് ഉണ്ടാക്കേണ്ടത്. അത് നമ്മൾ അങ്ങനെ ചെയ്യാത്ത കാരണം അതിൽ നിന്ന് ഞാൻ ഇതുണ്ടാക്കി. സംഭവം മനസ്സിലായില്ലേ? അങ്ങനെ. അതേപോലെ ഇത് ഓരോ ക്വസ്റ്റ്യൻസാണ്. ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നും ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയതാണ്. നമ്മൾ അടിയത്തെ ക്വസ്റ്റ്യൻ ആൻസർ 22 മുതൽ അതെന്താ വെച്ചാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ നിൻ്റെയിൽ 5-8 ക്വസ്റ്റ്യൻസ് ഉണ്ട് അന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇതേമാതിരി ഇവിടെ മുതലാണ് തുടങ്ങുന്നത് തോന്നുന്നു. 22 അല്ലേ, ഞാൻ അവിടെ അങ്ങനെ അടിച്ചിരിക്കും. 22 മുതൽ നമ്മൾ ഇത് മുതലാണ് തുടങ്ങുന്നത് തോന്നുന്നു. അപ്പോൾ ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 എണ്ണം ഉണ്ടാവും. 1 2 3 4 5 6 അങ്ങനെ 14 എണ്ണം ഉണ്ടാവും. അത് ഞാൻ അങ്ങനെ നോക്കിയെടുത്താൽ അങ്ങനെ. പിന്നെ നമുക്ക് ഇത് നമ്പർ അങ്ങനെ നേരത്തെ പോലെ തന്നെ വാല്യൂയിലേക്ക് ആക്കുക. പിന്നെ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ അല്ല, ഇത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇത്രയും നമ്പേഴ്സ് ഉണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ അനാലിസിസ് എടുത്തിട്ട് നമ്മൾ ഇതിൽ ക്രോസ് ടാബിൽ നമ്മൾ ഇതാണ് കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തരാൻ വേണ്ടി ഇതിലിട്ടിട്ടുണ്ട്. റോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 എടുത്തു. 4 എന്നുള്ളതിന് പകരം നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഒക്കെ ആക്കാം കേട്ടോ. ഞാനത് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. എളുപ്പത്തിൽ വേറെ ഒന്നും അടിക്കേണ്ട വെച്ചാൽ നമുക്ക് ഡമ്മി കാണിച്ചു തരില്ലേ. ഇതിലെ സ്റ്റാറ്റിക്കിൽ സ്കോർ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നമ്മളെ റിസൾട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അത് ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 28ഉം തമ്മിൽ, ക്വസ്റ്റ്യൻ നമ്പർ 3ഉം 24ഉം 27ഉം തമ്മിൽ, ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 26ഉം തമ്മിൽ, ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 25ഉം തമ്മിൽ ഇങ്ങനെ കിട്ടുക. അപ്പോൾ കുറേ ആ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനും ഇങ്ങനെ കിട്ടുക. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ അതിൻ്റെ അണ്ടറിൽ തന്നെ കുറേ എണ്ണമായിട്ട് കിട്ടണം. അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. അതായത് ആ 2 മൈൻഡ് ചെയ്യേണ്ട, കാരണം അത് നമ്മൾ എടുക്കണ്ടല്ലോ. ഇപ്പോൾ ഇതിലടിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് കൂട്ടുക എന്ന് പറഞ്ഞാൽ 3 3 3 3 3 3 3. ഈ 3 3 3 3 എന്ന് വെച്ചാൽ കൂട്ടിക്കഴിഞ്ഞാൽ 3 3 6 9 12 18 തെറ്റി 3 6 9 12 12 15 15 18
18ഉം 21, അങ്ങനെ 21 എഴുതി. ഇതാണ് നമ്മളെ ടോട്ടൽ എൻഗേജ്മെൻറ്റ് ടോട്ടൽ. ഇതിൽ നമുക്ക് ഇവിടെ റീനെയിം ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ പോകണം കേട്ടോ. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഡേസ് ബേസിസിൽ. നമ്മളിവിടെ ടോട്ടൽ എന്ന് ഞാൻ എഴുതി, ടോട്ടൽ 21. അതേപോലെ തന്നെ ഇങ്ങോട്ട് നമ്മൾ ഡാറ്റ ആണ് ഇതാണ് വരുന്നത്, സ്ട്രോങ്ലി അഗ്രി, സ്ട്രോങ്ലി അഗ്രി, എഗ്രി, സ്ട്രോങ്ലി അഗ്രി, സ്ട്രോങ്ലി അഗ്രി, അങ്ങനെ. അപ്പോൾ ഇത് വരുന്നത് എങ്ങനെ 5 5 5 5 5 5, അപ്പോൾ 35 വരും. അങ്ങനെ അങ്ങനെ ഓരോന്ന് കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ അത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്കിത് എങ്ങനെ വന്നതെന്ന് കാണിച്ചു തന്നതാണ്. അങ്ങനെ അപ്പോൾ ഇതാണെങ്കിലും 14 വരും. 1 2 3 4 1 2 3 4 5 6 7 7 × 2 14, അങ്ങനെ 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 നമുക്കിത് ഓരോന്ന് കിട്ടും. ഞാൻ വേണമെങ്കിൽ ഇതിങ്ങോട്ട് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ നമ്മളിത് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിച്ചിട്ട് എത്തണില്ലേ, പോട്ടെ. ഇതിന് പകരം അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇവിടെ ഉണ്ട് സാധനം. ഇനി നമ്മൾ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇതെടുക്കും, അനാലിസിസ് എടുക്കും, നേരത്തെ മാതിരി തന്നെ ഇതിൽ ക്രോസ് ടാബ് എടുക്കും. എന്നിട്ട് ഈ കോളത്തിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല, നമ്മൾ ഒരെണ്ണം മാത്രമാക്കിയിട്ടിടും. എന്നിട്ട് ഇതിൽ കൈ സ്ക്വയർ എടുക്കും, ഓക്കെ അടിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ടേബിൾ ഇങ്ങനെയാണ്. ഈ ടേബിളായിരിക്കും ഞാൻ നിനക്ക് എക്സൽ, ഇതല്ലല്ലോ നമ്മളെ ഫൈനല്, ഇത് ഇങ്ങനത്തെ ടേബിളാണ്. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, കാരണം റോയും കോളും മാറിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് താഴത്തേക്കുള്ളൊരു ടേബിളാണ് വേണ്ടത്. അപ്പോൾ അനലൈസിൽ ഒന്നുകൂടി പോയിട്ട് ക്രോസ് ടാബിൽ നമ്മൾ ഇതിങ്ങോട്ട് എടുക്കുക, ഇതിൽ റോ ഇതാക്കുക, കോളം ഇതാക്കുക. ഇപ്പോൾ ഇതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെയൊക്കെ ടോട്ടൽ നമ്മളിവിടെ വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഉള്ളൂ. അതിന് മുന്നേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 4 എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പേരിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ, കാരണം അത് നമ്മളതിൽ വരുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഇട്ടു, ഡാറ്റ ഇതിൽ പോയി അനലൈസ് ചെയ്തു, നമ്മളിതിൽ ക്രോസ് ടാബ് കൊടുത്തു, എക്സ്പീരിയൻസ് റോ ആയിട്ടും കോളമായിട്ട് എൻഗേജ്മെൻറ്റും കൊടുത്തു, ഓക്കെ അടിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. ഇത് ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഇതിൻ്റെ മറ്റേ ഇതിൽ വന്നിരിക്കുന്നത് ഇതന്നെ അല്ലേന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നോക്കാം. ചിലപ്പോൾ ഈ ഡാറ്റ ഞാൻ എന്തെങ്കിലും നിനക്ക് നേരത്തെ തന്ന ഡാറ്റ അല്ലെങ്കിൽ അത് മാറിയിട്ടുണ്ടാവാനും ചാൻസ് ഉണ്ട്. അത് നോക്കി നോക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ എവിടെ നിന്നോ സേവായി കിട്ടിയത് എടുത്തതാണ്, അതിനുശേഷം മാറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കട്ടെ. അപ്പോൾ ഇത് ബോർഡറൊന്നും ഇല്ലാത്ത മുന്നത്തെ വേർഷനാണ് തോന്നുന്നു. ഓക്കെ, ഇതാ എൻ്റെ നമ്മളെ ലാസ്റ്റത്തെ ടേബിൾ മാത്രം നോക്കുക. ഒരു മിനിറ്റ്, എന്തൊരു മിസ്റ്റേക്ക് വീണ്ടും വന്നിട്ടുണ്ടല്ലോ. അനാലിസിസ് പോവുക, റിപ്പോർട്ട് ക്രോസ് ടാബ് കൊടുക്കുക, കോളം ഇത് വീണ്ടും തിരിച്ച് തന്നെ ഇട്ട് പോകുന്നു. ഞാൻ ഇത് ഇങ്ങോട്ടും കൊടുക്കുക, ഇത് ഇങ്ങോട്ടും കൊടുക്കുക, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോഴാണ് ശരിക്കുള്ള ടേബിൾ കിട്ടുക. ഓക്കെ, ഇനി ഇതും കൂടി നമ്മളെ മറ്റേ PDF അവിടെ ഇതുകൂടി നമ്മൾ ഒത്തു നോക്കുക. നേരത്തെ അതേ ടേബിളാണ്, കുഴപ്പമില്ലല്ലോ. പ്രൊജക്റ്റിൽ അതേ ടേബിളെല്ലാം ഇട്ട് നോക്കിയതാണ്. ഇതാ 4.3 42.16 44.43 1.4. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. 4.42 42. ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ റോ -1 ഇൻറ്റു കോളം -1 ആണ് നമ്മളെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക കൈ സ്ക്വയറിൽ. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15ഉം 1 2 3 4 15ഉം 4ഉം, അപ്പോൾ 14 ഇൻറ്റു ജസ്റ്റ് കാൽക്കുലേറ്റർ അടിച്ചോട്ടെ. 14
14 × 3, കാരണം 15ഉം അതേപോലെ തന്നെ 4ഉം ആയിരുന്നു. അപ്പോൾ 14 × 3 എത്ര നോക്കട്ടെ കേട്ടോ, 42. ഈ 42 ആണിത്. അതായത് റോ മൈനസ് 1 × കോളം മൈനസ് 1. അപ്പോൾ ഈ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 എണ്ണം ഉണ്ട്. അപ്പോൾ 14. ഇതെന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 13. 14 × 3 42. അങ്ങനെയാണ് ഇത് വന്നത്. പിന്നെ ഇവിടെ കിട്ടുന്ന നമ്മളുടെ ഇതാണ് നമ്മൾ നോക്കേണ്ടത്, 4.64. ഇത് നമ്മളെ സെറ്റ് ചെയ്തിരിക്കുന്നത് മറ്റേത് 0.5-ലാണ്. 0.5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ താഴത്തേക്ക് വന്ന കാരണം നമ്മളിത് റിജക്റ്റ് ചെയ്തു. അതാണ് നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ദ കാൽക്കുലേറ്റർ വാല്യൂ എക്സാമിൻഡ് ടു അസോസിയേഷൻ ബിറ്റ്വീൻ എംപ്ലോയി എക്സ്പീരിയൻസ് ആൻഡ് എംപ്ലോയി എൻഗേജ്മെൻ്റ് ആണ്. ദ നൾ ഹൈപ്പോസിസ് സ്റ്റേറ്റഡ് ദാറ്റ് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു അതെന്ന് വെച്ചാൽ 0.5 നമ്മൾ സെറ്റ് ചെയ്തു. പക്ഷേ 42.16 ആണ് പി എച്ച് വാല്യൂ വന്നത്. 0.464 നമ്മൾ വന്നത്. അതായത് 0.5ൻ്റെ അടിയിലാണ്. അതുകൊണ്ട് നമ്മൾ നല്ല ഹൈപ്പോസിസ് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി എക്സ്പീരിയൻസ് ആൻഡ് എൻഗേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഇത് തമ്മിൽ വലിയ കണക്ഷൻ ഇല്ല എന്നാണ് നമ്മളൊക്കെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓരോ എംപ്ലോയീസും ഇപ്പോൾ 0 to 2 ഇയർ ആണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അവർ അവിടെ എൻഗേജ് ചെയ്യുന്നത് ഒരേപോലെയാണ്, അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ. അതായത് അത് മാത്രം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഇവരുടെ റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കുക.